ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. അരൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് അവതരിപ്പിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബഡ്ജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് അവതരിപ്പിച്ചു. 44,83,62,173 രൂപ വരവും 44,32,20,000 രൂപ ചിലവും 51,42,173 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി, കുമ്പഞ്ഞി, ഇളയപാടം ടൂറിസം സാധ്യതകളുടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിപോഷിപ്പിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാന മേഖലയിൽ പശ്ചാത്തല മേഖലയ്ക്കും കൂടി നമ്മൾ 1,50,00,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം, വികസനം എന്നിവയ്ക്കായി 3,85,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ യുവതലമുറയുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് കളിസ്ഥലം എന്ന ആവശ്യം, അതിനുവേണ്ടി നമ്മൾ 3,20,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ അരൂരിലെ ചില കുട്ടികൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ ഒരു 10-16 പേര് അവർ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നമ്മൾ പഞ്ചായത്തിനോട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതും കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒരു ക്ലബ്ബ് 10ാം വാർഡിലെ ലോസ് ഏഞ്ചൽസ് ഡോഗ്ജേഴ്സ് എന്ന ടീമിലെ കുട്ടികൾ, അവർ ചെറിയ മക്കളാണ്, അവർ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ട് വേണം, അതുകൊണ്ടൊരു ഗ്രൗണ്ട് വാങ്ങി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മക്കളുടെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി താഴേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു 3,20,00,000 രൂപ നമ്മൾ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയും അവർക്ക് അവിടെ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 21ാം വാർഡിൽ ഒരു കളിസ്ഥലമുണ്ട്. ആ കളിസ്ഥലവും വാങ്ങുന്ന അരൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ 2 കളിസ്ഥലങ്ങൾ, ഒരു 50 സെൻറ്റിൽ കുറയാത്ത 2 പ്രദേശങ്ങളിലായിട്ട് കളിസ്ഥലം വാങ്ങി ടർഫ് പോലെയുള്ള, കാരണം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ള മാത്രം നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ. ഭവന പദ്ധതിക്കായി 6.48 കോടി, ദാരിദ്ര്യ ലഘൂകരണത്തിനായി 7.33 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീതം 8.50 കോടി, കളിസ്ഥലം വാങ്ങുന്നതിനായി 3.20 കോടി, റോഡുകളുടെ നവീകരണത്തിനായി 3.85 കോടി, ടർഫ് നിർമ്മാണത്തിനായി 1.45 കോടി, ടൂറിസം പശ്ചാത്തല വികസനത്തിനായി 1.50 കോടി, ഓരുമുട്ടുകളിൽ സ്ഥിരം ക്രൂയിസ് നിർമ്മാണത്തിനായി 1.25 കോടി, പാലങ്ങൾ, കലങ്കുകൾ നിർമ്മിക്കുന്നതിനായി 82 ലക്ഷം, സായാഹ്ന പ്രഭാത വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായി 28.5 ലക്ഷം, ഭിന്നശേഷി കുട്ടികളുടെ ഫിസിയോതെറാപ്പി യൂണിറ്റിന് 22 ലക്ഷം, ശുചിത്വ പദ്ധതികൾക്കായി 55 ലക്ഷം, ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി 20 ലക്ഷം, ജൈവ ഫണ്ട് നിർമ്മാണത്തിനായി 20 ലക്ഷം തുടങ്ങി നിരവധി പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അരൂർ.